ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹരിയാനയിലെ ഹിസാർ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വിദ്യാഭ്യാസം കേവലം അറിവാർജിക്കൽ മാത്രമല്ല, ജീവിത മൂല്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മാർഗ്ഗം കൂടിയാണെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി പഞ്ചാബിലെത്തി. റെയിൽവേ ഭേദഗതി ബിൽ 2024 പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. റെയിൽവേ ബോർഡിന്റെ പ്രവർത്തനം, സ്വയംഭരണം തുടങ്ങിയവ ഉദ്ദേശിച്ചുള്ളതാണ് ബില്ല്. ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധനാഭ്യർത്ഥനകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ. ആശാ വർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ പോലും ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് വി കെ ശ്രീകണ്ഠൻ എംപി ലോക്സഭയിൽ പറഞ്ഞു. എംപിമാരായ ശശി തരൂർ, കെ സി വേണുഗോപാൽ, എൻ കെ പ്രേമചന്ദ്രൻ, ഷാഫി പറമ്പിൽ എന്നിവരും ആശാ വർക്കർമാരുടെ സമരം സംബന്ധിച്ച വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചു. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം രണ്ടാം ഘട്ടത്തിലേക്ക്. ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന ആശാ ഹെൽത്ത് വർക്കേഴ്സ് യൂണിയൻ അറിയിച്ചു. കടൽമണൽ ഖനനത്തിന് അനുമതി നൽകുന്നതിന് ആശങ്കയറിയിച്ചുള്ള കേരള സർക്കാരിന്റെ കത്ത് ലഭിച്ചതായി കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി. ഖനന നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് വിവിധതരം അനുമതികൾ വീണ്ടും നേടേണ്ടി വരുമെന്ന് ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി രാജ്യസഭയെ അറിയിച്ചു. 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യാത്ര തിരിക്കും. ജനാധിപത്യ മൂല്യങ്ങൾ, വൈവിധ്യങ്ങളുടെ ആഘോഷം തുടങ്ങിയവയാണ് ഇന്ത്യയുടെയും മൌറീഷ്യസിന്റെയും ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായിരിക്കും. കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും മാസങ്ങളായി കുടിശ്ശികയായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് നിയമസഭയിൽ പ്രതിപക്ഷം. എം വിൻസെന്റ് നൽകിയ ഉപക്ഷേപ നോട്ടീസിന് സ്പീക്കർ അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബജറ്റിലെ ധനാഭ്യർത്ഥനകളിന്മേലുള്ള ചർച്ചയും ഇന്ന് സഭയിൽ നടന്നു. ആരോഗ്യവകുപ്പിന്റെ ഹൃദ്യം പദ്ധതിയിലൂടെ 8000 കുഞ്ഞുങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹൃദ്രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് കാലതാമസമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. ക്യാമ്പസുകളിലെ ലഹരി ഭീഷണിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ അധ്യക്ഷതയിൽ ഇന്ന് രാജ്ഭവനിൽ സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗം ചേർന്നു. സംസ്ഥാനത്തെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഡിജിപിയോട് ഗവർണർ നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നത്തെ യോഗം. മയക്കുമരുന്നിനെതിരെ എക്സൈസിന്റെ മിന്നൽ പരിശോധനയിൽ 360 കേസുകളിലായി 81 ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി മന്ത്രി എം ബി രാജേഷ്. ആദ്യ 5 ദിവസം കൊണ്ട് 368 അറസ്റ്റും രേഖപ്പെടുത്തി. ഈ മാസം 5 മുതൽ 12 വരെയാണ് ക്യാമ്പയിൻ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ 2-3 ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക അനുമതിയായി. ഇത് സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. പദ്ധതിയുടെ 2, 3, 4 ഘട്ട വികസനത്തിനായി 10,000 കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ജയന്റ്സ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 15 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 119 റൺസ് എന്ന നിലയിലാണ്. മുംബൈയിലെ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. സംയുക്ത ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയനുകൾ സംസ്ഥാനത്ത് ഈ മാസം 18-ന് പ്രഖ്യാപിച്ചിരുന്ന സമരം പിൻവലിച്ചു. മീറ്റർ ഇട്ടില്ലെങ്കിൽ സൌജന്യ യാത്ര എന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ നിർബന്ധമായും പതിപ്പിക്കണമെന്ന ഉത്തരവ് പിൻവലിക്കാമെന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ഇടുക്കി പരുന്തംപാറയിൽ സർക്കാർ ഭൂമി കയ്യേറി അനധികൃതമായി സ്ഥാപിച്ച കുരിശ് റവന്യൂ വകുപ്പ് പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്താണ് കുരിശ് നിർമ്മിച്ചത്. പീരുമേട് വില്ലേജിലെ നിർദ്ദിഷ്ട പ്രദേശങ്ങളിൽ മെയ് 2 വരെ പ്രഖ്യാപിച്ചിട്ടുള്ള നിരോധനാജ്ഞ ലംഘിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ബിജെപി നേതാവ് പി സി ജോർജ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പൊതുപരിപാടിയിൽ പ്രസംഗിച്ചതായാണ് പരാതി. ശബരിമലയിലെ ദർശന രീതിയിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്. ഭക്തർക്ക് കൊടിമര ചുവട്ടിൽ നിന്ന് ബലിക്കല്ല് വഴി ശ്രീകോവിലെത്തി അയ്യപ്പനെ ദർശിക്കാൻ സൌകര്യമൊരുക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.